Hi students, welcome to Simple Chemistry. We will discuss a simple topic how to calculate the molecular mass of a compound and how to write the molecular formula of a compound. Molecular formula is first this 10th standard main diploma students problems molecular mass calculate topic molecular formula and molecular mass. First, we molecular formula method. Molecular formula first step is anions right side, cations left side. Example sodium carbonate. Sodium carbonate formula Na2CO3. CO3 is anion, Na is cation. That's suffix sodium is Na2 and carbonate is 1. This method first step we already anions right side, cations left side. Step 1 is anions right side, cations left side. Second step is anion and cation valency interchange suffix second step. Second step is molecular formula simple. Second step is anions and cations valency interchange suffix. Sodium valence 1 carbonate. That's 1 carbonate valence 2 sodium suffix 2 example examples sodium cations anions common cations anions valence sodium Na plus exist valence 1 calcium 2 plus valence 2 magnesium 2 plus valence 2 iron 2 state exist 2 plus 3 plus exist 2 plus ferrous 3 plus ferric aluminium 3 plus exist barium 2 plus exist lithium 1 plus exist valence charge valence. This is valence suffix interchange. The common anions nitrate valence 1 sulfate valence 2 carbonate valence 2 example calcium carbonate calcium carbonate calcium cation left side carbonate anion anion right side calcium valence 2 carbonate carbonate bracket 2 calcium valence 2 valence 2 interchange calcium valence carbonate valence calcium common value divide final formula calcium carbonate. This is simple calcium carbonate formula. Where example sodium nitrate. Sodium nitrate. So sodium nitrate sodium is cation, nitrate is anion. First cation anion this sodium valence 1 nitrate nitrate 1 nitrate valence 1 sodium final sodium nitrate formula NaNO3. Simple method. Another example ferrous nitrate. Ferrous nitrate.
അപ്പോൾ എത്ര ഫെറസ് എന്താണ് Fe2+ ആയിട്ട് അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫെറസ് നൈട്രേറ്റ് Fe ആണ് കാറ്റിയോൺ, നൈട്രേറ്റ് ആണ് ആനയോൺ NO3. ഫെറസിന്റെ വാലൻസി എത്രയാണ് 2 ആണ്. ഇത് നൈട്രേറ്റിന്റെ താഴെ സഫിക്സ് ആയിട്ട് എഴുതണം. നൈട്രേറ്റിന്റെ വാലൻസി 1 ആണ്, അത് ഫെറസിന്റെ താഴെ സഫിക്സ് ആയിട്ട് എഴുതണം. അപ്പൊ നമ്മുടെ ഫോർമുല എന്താ വന്നത് FeNO3 ടോയ്സ്. ബ്രാക്കറ്റ് ഇടുന്നത് ഇത് ഒരു റാഡിക്കൽ ആയതുകൊണ്ട്. അപ്പൊ ഇതാണ് ഫെറസ് നൈട്രേറ്റിന്റെ ഫോർമുല. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ എടുക്കാം. ബേരിയം ക്ലോറൈഡ് എടുക്കാം. അപ്പൊ ബേരിയം ഇവിടെ കാറ്റിയോൺ, ആനയോൺ വന്നത് ക്ലോറിൻ Cl- ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വാലൻസി 1 ആണ്. ആനയോൺ ക്ലോറിൻ ആണ് ആനയോൺ, അത് റൈറ്റ് സൈഡിൽ. ഇനി ബേരിയത്തിന്റെ വാലൻസി 2 ആണ്. അപ്പൊ അത് ക്ലോറിന്റെ താഴെ എഴുതണം സഫിക്സ് ആയിട്ട്. അതുപോലെ ക്ലോറിന്റെ വാലൻസി 1 ആണ്, അത് ബേരിയത്തിന് താഴെ സഫിക്സ് ആയിട്ട് എഴുതും. ഇനി നമുക്കിത് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? 1 നമ്മൾ എഴുതാറില്ല. അപ്പൊ BaCl2 എന്നാണ് ബേരിയം ക്ലോറൈഡിന്റെ ഫോർമുല. ഇങ്ങനെ നമുക്ക് ഏത് കോമ്പൗണ്ടിന് വേണമെങ്കിലും എഴുതാം. സൾഫേറ്റ്, ഫെറസ് സൾഫേറ്റോ, കോപ്പർ കുപ്രസ് ക്ലോറൈഡ്. കോപ്പറിന് Cu2+ഉം Cu1+ ആയിട്ട് എഴുതേണ്ടത്. Cu2+ ആണെങ്കിൽ കുപ്രിക് എന്ന് പറയും. Cu1+ ആണെങ്കിൽ അതെന്തായിരിക്കും? കുപ്രസ് ആയിരിക്കും. ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. അലുമിനിയം ക്ലോറൈഡ് ആണെങ്കിൽ AlCl3 വരും അല്ലെ. അതുപോലെ ബേരിയം നൈട്രേറ്റ് ആണെങ്കിൽ BaNO3 ടോയ്സ് വരും. അപ്പൊ ഇങ്ങനെ ഏത് കോമ്പൗണ്ടിന്റെ ഫോർമുല വേണമെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ മെത്തേഡ് വെച്ച് എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കാറ്റിയോൺസ് ലെഫ്റ്റ് സൈഡിലും ആനോൺസ് റൈറ്റ് സൈഡിലായിട്ട് എഴുതാം. കാറ്റിയോൺസിന്റെയും ആനോൺസിന്റെയും ബാലൻസുകൾ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തിട്ട് സഫിക്സ് ആയിട്ട് എഴുതാം. ഈ രണ്ട് സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് മോളിക്യുലർ ഫോർമുല എഴുതാൻ പറ്റും. ആനോൺസിന്റെയും കാറ്റിയോൺസിന്റെയും ബാലൻസി അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് മോളിക്യുലർ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ മോളിക്യുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓരോ ആറ്റത്തിന്റെ മാസ് അറിഞ്ഞിരിക്കണം, പിന്നെ മോളിക്യുലർ ഫോർമുല അറിഞ്ഞിരിക്കണം. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്യുലർ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല H2SO4 ആണ്. H2SO4 ആണ് ഫോർമുല. അപ്പൊ ഇതിൽ ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഈ ആറ്റത്തിന്റെയൊക്കെ മാസ് അറിഞ്ഞിരിക്കണം. അപ്പൊ കോമൺ ആയിട്ടുള്ള കുറച്ച് ആറ്റത്തിന്റെ മാസ് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് മോളിക്യുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് 1 ആണ്, നൈട്രജൻ 14 ആണ്, കാർബൺ 12 ആണ്, ഓക്സിജൻ 16 ആണ്, കാൽസ്യം 40 ആണ്, ക്ലോറിൻ 35.5 ആണ്, സൾഫർ 32 ആണ്, സോഡിയം 23 ആണ്, പൊട്ടാസ്യം 39 ആണ്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം നിങ്ങൾ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരാറുണ്ട് ബ്രാക്കറ്റില് ആറ്റോമിക് മാസ് തന്നില്ലെങ്കിലും ഇത് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. നമുക്ക് സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്യുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു ഒരു ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് 1 ആണ്. അപ്പൊ 2 ഇൻറ്റു 1 പ്ലസ് സൾഫറിന്റെ ആറ്റോമിക് മാസ് 32 ആണ്, പ്ലസ് 4 ഓക്സിജന്റെ മാസ് 4 ഇൻറ്റു 1 ഓക്സിജന്റെ മാസ് 16. അപ്പോൾ 4 ഇൻറ്റു 16 വരും. അപ്പോൾ ടോട്ടൽ മാസ് നമുക്ക് നോക്കാം. 2 പ്ലസ് 32 പ്ലസ് 64 വരും. 64 വരും. അപ്പോൾ ടോട്ടൽ മാസ് ആഡ് ചെയ്യുമ്പോൾ 34 പ്ലസ് 64 98 ആണ്, ഗ്രാം ആണ് ആറ്റോമിക് മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. വേറൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കാം. കാൽസ്യം കാർബണേറ്റ് ഫോർമുല CaCO3 ആണ്. കാൽസ്യത്തിന്റെ ആറ്റോമിക് മാസ് 40 പ്ലസ് കാർബണിന്റെ ആറ്റോമിക് മാസ് 12 പ്ലസ് 3 ഓക്സിജന്റെ 3 ഇൻറ്റു 1 ഓക്സിജന്റെ ആറ്റോമിക് മാസ് 16 കിട്ടും. 40 പ്ലസ് 12 പ്ലസ് 48. ടോട്ടൽ മാസ് വന്നത് 100 ആണ്. ആറ്റോമിക് മാസ് ഓഫ് 100 ഗ്രാം ആണ് കാൽസ്യം കാർബണിന്റെ ആറ്റോമിക് മാസ്. വേറെ എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഗ്ലൂക്കോസിന്റെ ഫോർമുല അറിയാം. C6H12O6 ആണ്.
മോളിക്കുലർ ഫോർമുല. അപ്പോൾ 6 കാർബണും 6 ഓക്സിജനും ഉണ്ട്. അപ്പോൾ 6 × 12 for carbon and 12 × 1 12 for hydrogen plus 6 × 16 for oxygen. അപ്പോൾ ടോട്ടൽ വരുന്നത് ഇവിടെ 72 plus 12 plus 96 വരും. അപ്പോൾ ടോട്ടൽ 72 plus 12 plus 16 × 6 96 വരും. അപ്പോൾ ടോട്ടൽ മാസ് എന്നത് എല്ലാം കൂടെ ആഡ് ചെയ്യാം. 72 84 174 180 is the atomic mass of glucose. ഇങ്ങനെ ഏത് കോമ്പൗണ്ട് തന്നാലും മോളിക്കുലർ ഫോർമുല അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആറ്റോമിക് മാസ് ആഡ് ചെയ്തിട്ട് ഓരോ ആറ്റത്തിൻ്റെ മാസ് ആഡ് ചെയ്തിട്ട് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കും. ഇത് നിങ്ങൾ കൂടുതൽ എക്സാമ്പിളൊക്കെ എടുത്ത് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.